Dear students, now we can do some more problems on infinite limits. First problem, evaluate the following limits. Limit x tends to 0, 1 by x square. You have to do this. So, we first take fx equal to 1 by x square. So that this problem becomes limit x tends to 0, f of x. ഇനി ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എന്ന് വെച്ചാൽ എക്സ് 0 അടുക്കും തോറും എന്നല്ലേ മീനിങ്. അപ്പം നമുക്ക് എന്ത് വേണം? We have to study the behavior of f of x near x equal to 0. നമുക്ക് എഴുതാം as x approaches 0 from both sides. Both sides values of x square are positive. അല്ലേ നോക്കൂ, ഇപ്പം ഇതാണ് 0. 0ൻ്റെ ഇവിടെയും ഇവിടെയൊക്കെ ഇത് 0.1 ആണ്, നെഗറ്റീവ് 0.1. ഇവിടെ നെഗറ്റീവ് 0.001, ഇവിടെ പോസിറ്റീവ് അല്ലേ 0.001. ഇനി ഇവിടെ ആകുമ്പോൾ എന്ത് വരും? ഇവിടെ 0.0001 അങ്ങനെ നമ്മൾ വിചാരിക്കുകയാണ് കേട്ടോ. 0.00013 0. അതുപോലെ ഇവിടെ നെഗറ്റീവ് 0.00001 അങ്ങനെ വന്നു. അങ്ങനെ വരുമ്പോൾ നമ്മൾ 0.001 ഹോൾ സ്ക്വയർ എത്രയാണ് വരിക? എത്ര വരും? 0.00001 വരും അല്ലേ? 0.00001 ഹോൾ സ്ക്വയർ എന്ത് വരും? ഹോൾ സ്ക്വയർ എടുക്കുമ്പോൾ ഇവിടെ 4 സീറോസ് ആയതുകൊണ്ട് 8 സീറോസ് വരും. 0.0000000 7 8 9 1 അല്ലേ? സോറി 1, ഇവിടെ 1 കൂടെ വരും കേട്ടോ. ഇങ്ങോട്ട് നീക്കി എഴുതുന്നതാ. അങ്ങനെ വരും. എന്നിട്ട് ഇവിടെ 0.000 5 6 7 8 1 ഓക്കെ. നോക്കൂ, അപ്പം ഏതാണ് 0ന് കൂടുതൽ അടുത്ത്? 0.00001 ആണ് കൂടുതൽ അടുത്തുള്ളത്. അതിൻ്റെ സ്ക്വയർ എന്ന് എടുക്കുമ്പോൾ എന്ത് വരും? എന്താ വരിക? 8 0 വരും. അത് കുറച്ചുകൂടെ അടുത്തായിട്ട് വരും. അതായത് എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ എന്താവും? പോസിറ്റീവും ആവും, ചെറുതാവുകയും ചെയ്യും അല്ലേ? ഇതിനേക്കാൾ ചെറുതാണ് ഇത്, മനസ്സിലായോ അല്ലേ? 0.001 ചെറുതാണ് അല്ലേ? സ്മോളർ ആണ് 0.00 ദിസ് വൺ. അതായത് ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ എക്സിൻ്റെ വാല്യൂസ് 0 അടുക്കും തോറും എന്താ ഉണ്ടാവുന്നു? എക്സ് സ്ക്വയറിൻ്റെ വാല്യൂസ് കൂടുതൽ കൂടുതൽ ചെറുതായി വരുന്നു. ഇനി നെഗറ്റീവ് സൈഡിൽ നിന്നും ലെഫ്റ്റ് സൈഡിൽ നിന്നും 0 വരും അടുത്ത് വരുമ്പോൾ എക്സ് സ്ക്വയർ എന്താവും? പോസിറ്റീവ് തന്നെയാവും. അതാണ് പറയുന്നത് ആസ് എക്സ് അപ്രോച്ചസ് 0 ഫ്രം ബോത്ത് സൈഡ്സ് വാല്യൂസ് ഓഫ് എക്സ് സ്ക്വയർ ആർ പോസിറ്റീവ്. രണ്ട് സൈഡിൽ നിന്നാകുമ്പോഴും പോസിറ്റീവ് തന്നെയായിരിക്കും. ആൻഡ് പിന്നെന്ത് പറയാം നമുക്ക്? ആൻഡ് ബിക്കംസ് ആർബിറ്റർലി അല്ലേ? ബിക്കം സ്മോളർ ആൻഡ് സ്മോളർ. ഈ സൈഡിൽ നിന്ന് വരുന്നതോറും 0 അടുത്ത് വരുന്നതോറും വാല്യൂസ് ഓഫ് എക്സ് സ്ക്വയർ ചെറുതായി വരുന്നു. അപ്പൊ നമുക്ക് എക്സ് സ്ക്വയർ ചെറുതായി വരുമ്പോൾ സോ എഫ് എക്സ് ഈക്വൽ ടു 1 by x സ്ക്വയർ എന്ത് വരുന്നു? എഫ് എക്സ് ഈക്വൽ ടു 1 by x സ്ക്വയറും എന്താവും? എക്സ് സ്ക്വയർ പോസിറ്റീവ് ആകുമ്പോഴും 1 by x സ്ക്വയർ എന്താവും? 1 by x സ്ക്വയർ പോസിറ്റീവ് ആവുകയും ചെയ്യും. they becomes positive and so fx equal to 1 by x square becomes positive
ആൻഡ് ബിക്കംസ് തിരിച്ചു വരുമ്പോൾ എന്ത് വരും അല്ലേ 1 മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് ആവുമ്പോൾ എന്ത് വരും ആൻഡ് ബിക്കംസ് ആർബിറ്റർലി ലാർജ്. മനസ്സിലായോ? ഇങ്ങോട്ട് എടുക്കും തോറും സീറോനോട് എടുക്കും തോറും 1/x² കൂടുതൽ വലുതായി വരുന്നു. അങ്ങനെ തൊട്ട് സീറോന്റെ അടുത്തടുത്ത് വരുമ്പോൾ എന്താവുന്നു വലുതായി 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 വരുന്നു, വളരെ വളരെ വലുതായി വരുന്നു. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും ലിമിറ്റ് വലുതായി വലുതായി വരുന്നു എന്ന് പറയുമ്പോൾ ഒരു അവസാനം വേണ്ടേ, അപ്പൊ അവസാനം ഇല്ലാതെ വരികയാണ്, അങ്ങനെ വലുതായി അങ്ങ് വരികയാണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം ലിമിറ്റ് x tends to 0 f of x equal to limit x tends to 0 1/x² equal to plus infinity എന്ന് നമുക്ക് പറയാം. മനസ്സിലായോ? ഇൻഫിനിറ്റി ആയി വരുന്നു. ഇനി നെക്സ്റ്റ് വൺ മോർ പ്രോബ്ലം. Second problem, limit x tends to -2 1/x plus 2 the whole square. ഇവിടെ നമുക്ക് ഈ ഫംഗ്ഷനെ നമുക്ക് ഒരു പേര് കൊടുക്കാം. ലെറ്റ് ഒന്നിൽ f of x എന്നോ g of x എന്നോ എന്ത് വേണമെങ്കിൽ കൊടുക്കാം. നമുക്ക് g of x equal to 1/x plus 2 the whole square എന്ന് എഴുതാം. എന്നിട്ട് നമ്മൾ എന്ത് പറയാം ഇതുപോലെ എന്താണ് let us find the behavior of g of x at x equal to -2. Let us find the behavior of g of x as x tends to -2. As x approaches -2 from both sides, the values of x plus 2 the whole square are ഇതേപോലെ തന്നെ പോസിറ്റീവ് ആവുന്നു. നോക്കൂ എക്സ് -2 ആകും തോറും x plus 2 the whole square എന്താവുന്നു നോക്കൂ. -2 -1 0 അല്ല സോറി -2 -1 0 1 2 ഇങ്ങനെ വരികയാണ്. അപ്പൊ എക്സ് -2നോട് അടുക്കും തോറും എന്ത് വരുന്നു -2നോട് അടുക്കും തോറും ഈ സൈഡിൽ നിന്ന് അടുത്ത് വരാം, ഈ സൈഡിൽ നിന്ന് അടുത്ത് വരാം അല്ലേ. ഇങ്ങനെ അടുക്കും തോറും എന്തായി വരുന്നു പിന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ the values of x plus 2 the whole square എന്താവും ഹോൾ സ്ക്വയർ ആയതുകൊണ്ട് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പിന്നെ അതുപോലെ എന്താണ് ബിക്കംസ് ആർബിറ്റർലി സ്മോൾ ആയിരിക്കും അല്ലേ. and they become arbitrarily small. x plus 2 the whole square becomes arbitrarily small. അതുകൊണ്ട് എന്ത് പറയാം നമുക്ക് 1/x plus 2 the whole square എന്ത് വരും becomes അല്ലേ പോസിറ്റീവ് ആവും ആൻഡ് എന്താവും becomes arbitrarily large ആവും. ഓക്കെ അപ്പോൾ അതും നമുക്ക് എന്ത് പറയില്ല ലിമിറ്റ് x tends to -2 1/x plus 2 the whole square equal to plus infinity എന്ന് പറയും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെയും ഗ്രാഫ് ഒന്ന് വരച്ച് നോക്കിയാലോ. x plus 2 the limit x tends to -2 1/x plus 2 the whole square limit x tends to 0 1/x² ഗ്രാഫ് നമുക്കൊന്ന് ജസ്റ്റ് വരച്ച് നോക്കാം കേട്ടോ. അടുത്ത പേജിൽ വരയ്ക്കാം നമുക്ക്. ഓക്കെ ആദ്യം ഞാൻ വരയ്ക്കാൻ പോകുന്നത് എങ്ങനെ ഇരിക്കണം നമുക്കൊന്ന് അറിയണ്ടേ. ലിമിറ്റ് x tends to 0 1/x². ഓക്കെ അപ്പോൾ ഞാൻ ഗ്രാഫ് വരയ്ക്കുകയാണേ. 1 0 1 2 3 അങ്ങനെ വരും അല്ലേ. 0 1 -1 -2 -3
ഒരു മിനിറ്റ്, ഇതിങ്ങനെ ഇപ്പം കുറച്ചുകൂടെ ഒരു മിനിറ്റ് കേട്ടോ. ഒരു മിനിറ്റ്, വലുതാക്കി അങ്ങ് വരയ്ക്കാം കേട്ടോ. നിങ്ങൾ നീറ്റാക്കി വരയ്ക്കുക. 1 2 3 4 5 അങ്ങനെ വന്നു. -1 -2 -3 -3 -4 അങ്ങനെ വരും. ഇനി 1 2 3 4 5 6 7 8 9 10 11 12 ഇങ്ങനെ വരും അല്ലേ? അറിയാം നമുക്കിത് എക്സ് ആക്സിസ് ആണ്, ദിസ് ഇസ് വൈ ആക്സിസ്. അപ്പോൾ എക്സ് 1 ആകുമ്പോൾ എന്താണ് വരിക? 1/x എന്ന് വരും അല്ലേ? 1/1. അപ്പോൾ 1 തന്നെ. എക്സ് 2 ആകുമ്പോൾ ഞാൻ ഇതിങ്ങനെ ഇതുകൊണ്ട് കാണിക്കാം കേട്ടോ. എക്സ് 2 ആകുമ്പോൾ 1/2 വരും അല്ലേ? അപ്പോൾ ഇവിടെ വരും. എക്സ് 3 ആകുമ്പോൾ 1/3 എന്ന് വരും. അപ്പോൾ കുറച്ചുകൂടെ താഴെ വരും. 1/4 വരും. ഇവിടെ അങ്ങനെ വരും. അപ്പോൾ ഞാൻ എക്സ് 1/2 ആകുമ്പോൾ എന്ത് വരും? 1/2 ആകുമ്പോൾ എന്ത് വരും? 1/1/2 അല്ല സോറി, എക്സ് 1/2 വരുമ്പോൾ എന്ത് വരും? ഇവിടെ ഇത് മനസ്സിലായില്ലേ? ഞാൻ ഇത് എങ്ങനെയാണ് അടയാളപ്പെടുത്തിയതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തില്ല അല്ലേ? എക്സ് 1 ആകുമ്പോൾ 1/1² വന്നു. എക്സ് 2 ആകുമ്പോൾ എന്ത് വന്നു? എക്സ് 2 ആകുമ്പോൾ 1/2² എന്ന് വന്നു. 1/2², ദാറ്റ് ഈസ് 1/4. ഓക്കെ. എക്സ് 3 ആകുമ്പോൾ 1/3² എന്ന് വരും. അപ്പോൾ 1/9 അങ്ങനെ. ഓക്കെ, മനസ്സിലായില്ലേ? ഇവിടെ ഇങ്ങനെ തീരെ അടുപ്പിച്ച് ഇങ്ങനെ വന്ന് അങ്ങനെ വന്നു. നമുക്ക് ഈ കുറച്ച് ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ എന്താ, ഇനി എക്സ് ഞാൻ എക്സ് 1/2 ആകുമ്പോൾ എന്താ വരിക? 1/2 എന്ന് പറയുമ്പോൾ 1/x², അതായത് 1/2² എന്ന് വരും. 1/1/4 എന്ന് വരും, അതായത് 4 എന്ന് വരും. അതായത് എന്ത് വന്നു? 1/2 ആകുമ്പോൾ എന്ത് വന്നു? 4 എന്ന് വരും. ഓക്കെ. അതുപോലെ 1/3 ആകുമ്പോൾ എന്ത് വരും? 1/3 എക്സ് 1/3 ആകുമ്പോൾ 9 എന്ന് വരും അല്ലേ? അപ്പൊ എങ്ങനെയാ വരിക ഗ്രാഫ്? സോ ദ ഗ്രാഫ് ബിക്കംസ് ഇങ്ങനെ വരും. ഇങ്ങനെ വരും ഗ്രാഫ്. ഓക്കെ, ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതേപോലെ ഇപ്പുറത്തെ സൈഡിലും ഇതേപോലെ വരും. -1 ആകുമ്പോൾ -1 പിന്നെ -1² 1 ആണ്. 1/(-1)² 1 വരും. -2 ആകുമ്പോൾ 1/(-2)² 1/4 എന്ന് വരും അല്ലേ? ഓക്കെ, അങ്ങനെ വന്ന് ഇതേപോലെ തന്നെ ഇതേപോലെ നമുക്ക് മറ്റേൻ്റെ വന്ന പോലെ ഇത് ഇങ്ങനെ വരും. ഇതേപോലെ ഇങ്ങനെ വരും. നമുക്കിങ്ങനെ വരയ്ക്കാം. നിങ്ങൾ കൃത്യമായിട്ട് വരയ്ക്കുക, അളവെടുത്ത് വരയ്ക്കുക കേട്ടോ. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതായിരിക്കും എന്തിന്റെ ഗ്രാഫ്. അപ്പൊ ഇവിടെ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും. ലിമിറ്റ് x ടെൻഡ്സ് ടു 0, 1/x². എന്താണ് നോക്കൂ, എക്സ് 0നോട് അടുക്കും തോറും എന്ത് വന്നു? എക്സ് 0നോട് അടുത്ത് വരും തോറും 1/0നോട് അടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വരിക അല്ലേ? ഇവിടുന്ന് ഇങ്ങോട്ട് വരിക, ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരിക. അപ്പൊ എന്താ വരിക ഉണ്ടാവുക? ഈ ഗ്രാഫ് എങ്ങോട്ടാ പോണത്? ഇൻഫിനിറ്റിയിലോട്ടാ പോണം. ഉണ്ടോ? അപ്പൊ ഈ ഗ്രാഫ് നോക്കിയിട്ട് തന്നെ നമുക്ക് പറയാം അല്ലെ? എങ്ങനെയല്ലേ പോണം? ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക ഗ്രാഫ്. അപ്പൊ അതായത് as x tends to 0 from left and from right, the graph becomes 1/x² ഗ്രാഫ് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നു എന്ന് പറയാം നമുക്ക്. അതേപോലെ തന്നെയാണ് നമ്മൾക്ക് 1/x+2, ഇത് 1/x² ഗ്രാഫാണ്. അടുത്ത സിമിലർലി യു ക്യാൻ ഡ്രോ ദ ഗ്രാഫ് ഓഫ് എന്ത്? 1/x².
എക്സ് പ്ലസ് 2 ദ ഹോൾ സ്ക്വയർ. ഇതും ഇതേപോലെ തന്നെ ഇങ്ങനെ വരും കേട്ടോ. വരച്ച് നോക്കുക ഞാൻ വരയ്ക്കുന്നില്ല, നിങ്ങൾ അങ്ങനെ വരച്ച് നോക്കുക, ഇങ്ങനെ വരും. നോക്കിക്കോളൂ, ഇതാണ് 0 ഇവിടെ ആണെങ്കിൽ, -2 ഇതാണെങ്കിൽ 0 ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. -2ന് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ വരും, ഇങ്ങനെ വരും, ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വരും. അതേപോലെ തന്നെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വരും, ഇങ്ങനെ വരും ഗ്രാഫ്. അത് നിങ്ങൾ ചെയ്ത് നോക്കുക എല്ലാവരും കേട്ടോ. ഞാനത് ചെയ്തു തരുന്നില്ല, നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക എല്ലാവരും. ഓക്കെ. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് third question. Evaluate the following limits. അതിൻ്റെ ഇവിടെ രണ്ട് പ്രോബ്ലംസ് കൊടുത്തിരിക്കുന്നു, ചെയ്ത് നോക്കാം നമുക്ക്. ഫസ്റ്റ് ആയിട്ട് a problem, limit x tends to 2 -3x divided by x square minus 4x plus 4 എന്നും, അടുത്ത question B, limit x tends to 0 3x plus 2 divided by x എന്നുമാണ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പരിശോധിച്ചു കഴിഞ്ഞാൽ നോക്കൂ, ഞാൻ ഇവിടെ ഡിനോമിനേറ്ററിൽ ഞാൻ ഈ 2 കൊടുക്കുമ്പോൾ ഇവിടെ എന്താ വരിക? ഫസ്റ്റ് പ്രോബ്ലം എടുക്കാം കേട്ടോ. നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം ആദ്യം ചെയ്യാം. ലിമിറ്റ് x ടെൻസ് ടു 2 -3x ഡിവൈഡഡ് ബൈ x സ്ക്വയർ മൈനസ് 4x പ്ലസ് 4. 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ അതായത് 4 മൈനസ് 8 അല്ലേ, 4 × 2 8 പ്ലസ് 4 അതായത് 8 മൈനസ് 8 എന്ന് വരും, അതായത് 0 വരും. ഡിനോമിനേറ്റർ ബിക്കംസ് 0 വരും. അതായത് നമുക്ക് ഞാൻ എഴുതാം ആദ്യം തന്നെ. ലെറ്റ് fx ഈക്വൽ ടു -3x by x square minus 4x plus 4 equal to -3x by x minus 2 the whole square. ഇങ്ങനെ എഴുതാം. അപ്പോൾ നമുക്ക് 2 ഇടുമ്പോൾ ഡിനോമിനേറ്റർ പോകും എന്നുള്ള കാര്യം നമുക്ക് എഴുതാം. ദ ഡിനോമിനേറ്റർ becomes 0 when x equal to 2 അല്ലേ. അതിന് പകരം എന്ത് പറയും? ദ ഡിനോമിനേറ്റർ vanishes when x equal to 2. അപ്പോൾ നമുക്ക് എന്താണ്, അങ്ങനെ വരുമ്പോൾ നമുക്ക് കോഷ്യൻ റൂള് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഒരു കാര്യം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, as x approaches നോക്കല്ലേ, as x approaches 2 the numerator എന്താ വരിക? x approaches 2 ആകുമ്പോൾ ന്യൂമറേറ്റർ എന്താ വരിക? -3 × 2 വരും, അതായത് -6 എന്ന് വരും. നെഗറ്റീവ് നമ്പർ, നോൺ ഫൈനൈറ്റ് നെഗറ്റീവ് നമ്പറാണ്. as x approaches 2 from both sides values of x minus 2 the whole square are positive and becomes arbitrarily small. Hence the values of 1 by x minus 2 the whole square are positive and arbitrarily large as x tends to 2. അപ്പോൾ x 2 ആകുമ്പോൾ എന്ത് പറയാം? x tends to 2 ആവും. x 2 ആകുമ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല ലിമിറ്റ്. പക്ഷേ ഞാൻ പറയാം, as x approaches 2 from both sides, x 2നോട് അടുക്കും തോറും 2.13 2.01 അങ്ങനെ വരിക. നെഗറ്റീവ് സൈഡിൽ നിന്നും 2നോട് അടുത്ത് വരിക. മനസ്സിലായോ? ഫ്രം ബോത്ത് സൈഡ്സ്, അതാണ് ഫ്രം ബോത്ത് സൈഡ്സ്. നെഗറ്റീവ് സൈഡിൽ നിന്നും പോസിറ്റീവ് സൈഡിൽ നിന്നും 2നോട് അടുത്ത് വരിക. ഇതാണ് 2 എങ്കിൽ 2ൻ്റെ അടുത്ത് എന്താ? ഇവിടെ 3 ആണ്, ഇവിടെ -3 ആണ്. ഇപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇവിടെ ഒരു 2.2 ഉണ്ടാവും, ഇവിടെ 2.1 ഉണ്ടാവും, ഇവിടെ 2.001 ഉണ്ടാവും. മനസ്സിലായോ? അങ്ങനെ ഈ സൈഡിൽ നിന്ന് അതേപോലെ 2നോട് നെഗറ്റീവ്സ് ആയിരിക്കുന്നു മാത്രം. ഓക്കെ, -2 അല്ലേ, -2.3, പിന്നെ അടുത്ത -2 അല്ലേ, 2.2 പിന്നെ -2.001 അങ്ങനെയൊക്കെ വരാം. അങ്ങനെ അടുത്തടുത്ത് വരുന്തോറും എന്ത് പറയാം നമുക്ക്?
2 from both sides. As x approaches 2 from both sides, values of x minus 2 the whole square. X minus 2 the whole square and 2.2 ആകുമ്പോൾ 2.2 minus 2 the whole square എന്ന് വരും. അപ്പോൾ എന്താ വരിക? 2.2 minus 2 എന്ന് പറയുമ്പോൾ 0.2 the whole square എന്ന് വരും. അപ്പോൾ 4 എന്ന് വരും. പിന്നെ 0.04 എന്ന് വരും. ഇനി ഇവിടെ കുറച്ചുകൂടെ നമുക്ക് നോക്കി നോക്കാം. ഇവിടെ കുറച്ചുകൂടെ അടുത്തായിരിക്കും എന്ത് വരും? ഇവിടെ കുറച്ചുകൂടെ നല്ല അടുത്ത് വരുമ്പോൾ 2.001 ആവുമ്പോൾ പിന്നെ അല്ലെങ്കിൽ വേണ്ട 0.01 അപ്പോൾ 2.01 ആവുമ്പോൾ എന്ത് വരും? സോറി 2.01 2.01 minus 2 the whole square എന്ന് വരും. അതായത് 0.01 the whole square എന്ന് വരും. അത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഇങ്ങനെ വരും 0.001. അപ്പം എന്താ വരിക? 0.001 ആണോ 0.04 ആണോ വലുത്? 0.04 ആണ് വലുത് അല്ലേ? അതായത് 2നോട് അടുക്കുന്തോറും എന്ത് വരും? ഈ x minus 2 the whole squareന്റെ വാല്യൂ ചെറുതായി വരും. ഉണ്ടോ? 2ന്റെ അടുത്തായി ഇത്. അപ്പം എന്താ വരിക? അല്ലേ? 2ന്റെ അടുത്തായി 2.01. അപ്പം എന്ത് വന്നു? അതിൻ്റെ സ്ക്വയർ x minus 2 the whole squareന്റെ വാല്യൂ എന്ന് പറയുന്നത് ചെറുതായി വരുന്നു. അപ്പോൾ എന്താണ്? the values of x minus 2 the whole square നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. becomes positive and becomes arbitrarily small. ചെറുതായി വന്നു. അപ്പം എന്ത് പറയാം നമുക്ക്? അത് ചെറുതായി വരുമ്പോൾ hence the values of 1 by x minus 2 the whole square are positive and arbitrarily large as x tends to 2. ലാർജ് ആയി വരും. മനസ്സിലായോ? അപ്പോൾ അതെന്ത്? അപ്പോൾ ലാർജ് എന്ന് പറയുമ്പോൾ എന്ത് വരും? അതേപോലെ നമുക്ക് എഴുതാം ലിമിറ്റ് x tends to 2 negative 3x divided by x square minus 4x plus 4 equal to ന്യൂമറേറ്ററിൽ എന്താ വരിക? ഈ ഞാൻ പറഞ്ഞു ലിമിറ്റ് x tends to 2 ആകുമ്പോൾ negative 3x becomes negative 6 അല്ലേ? ലിമിറ്റ് x tends to 2 negative 3x ഇൻറ്റു എന്താ എഴുതാം നമുക്ക്? ലിമിറ്റ് x tends to 2 എന്ത് വന്നു നമുക്ക്? 1 by x minus 2 the whole square എന്ന് വരും. ആൻഡ് ലിമിറ്റ് x tends to 2 negative 3x എന്ന് പറയുന്നത് എന്താണ്? negative 3x negative 6 ആണ് അല്ലേ? negative 6 ഇൻറ്റു ഇതെന്ത് വരും? ഇൻഫിനിറ്റി എന്ന് വരും. അപ്പം negative 6 ഇൻറ്റു ഒരു ഇൻഫിനിറ്റി എന്ന് വരും. അതായത് നെഗറ്റീവ് ഇൻഫിനിറ്റി എന്ന് വരും. മനസ്സിലായോ? ഇവിടെ അത് നെഗറ്റീവ് ഇൻഫിനിറ്റി ആണ് ആൻസർ വരുന്നത്. ഓക്കെ. ഇനി അതേപോലെ മറ്റേ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ലിമിറ്റ് നെക്സ്റ്റ് പ്രോബ്ലം ലിമിറ്റ് പ്രോബ്ലം ബി ലിമിറ്റ് x tends to 0 3x plus 2 divided by x. ഇവിടെ അതുപോലെ നമുക്ക് x 0 ആകുമ്പോൾ ഇവിടെ 0യിൽ ലിമിറ്റ് പിന്നെ ഡിനോമിനേറ്റർ വാനിഷ് ചെയ്യും ആൻഡ് വി കനോട്ട് യൂസ് കോഷ്യൻ റൂൾ അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ ഇതേപോലെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. ലിമിറ്റ് x tends to 0 3x plus 2 divided by x. നമുക്കിവിടെ എങ്ങനെ എഴുതാം? ലിമിറ്റ് x tends to 0 3x by x plus 2 by x എന്ന് എഴുതാം. ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് a plus b എന്ന ലിമിറ്റ് ഓഫ് a പ്ലസ് ലിമിറ്റ് ഓഫ് b അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു ലിമിറ്റ് ഓഫ് 3x by 3x എന്ന് വെച്ചാൽ 3 ആണ്. ക്യാൻസൽ ചെയ്യുമല്ലോ x. പിന്നെ ലിമിറ്റ് x tends to 0 2 by x. ഒരു കോൺസ്റ്റന്റ് ലിമിറ്റ് അത് തന്നെയാണ്. പ്ലസ് നമുക്ക് ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു അല്ലേ? ഇതിനെന്താ എഴുതാം? ലിമിറ്റ് x tends to 0 2 ഇൻറ്റു ലിമിറ്റ് x tends to 0 1 by x എന്ന് എഴുതാം. ഇനി ഇതേപോലെ തന്നെ എക്സിൻ്റെ നമ്മൾ പഠിച്ചു അല്ലേ? സീറോനോട് അടുക്കുമ്പോൾ 0 ആകുമ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യില്ല. പിന്നെ എന്താണ്? ആസ് എക്സ് അപ്രോച്ചസ് അല്ലേ?
ആസ് എഴുതാൻ ഞാൻ എക്സ് അപ്രോച്ചസ് 0 ഫ്രം ലെഫ്റ്റ് സൈഡ്, ദാറ്റ് ഈസ് എന്താ പറയുക, ഫോർ നെഗറ്റീവ് വാല്യൂസ് ഓഫ് എക്സ് വരുമ്പോൾ എന്ത് വരും, 1/x ടെൻസ് ടു 1/x ടെൻസ് ടു നെഗറ്റീവ് വാല്യൂസ് ഓഫ് എക്സ് ആകുമ്പോൾ 1/x ടെൻസ് ടു നെഗറ്റീവ് ഇൻഫിനിറ്റി അല്ലേ, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ആൻഡ് ഫോർ പോസിറ്റീവ് വാല്യൂസ് ഓഫ് എക്സ് as x approaches 0, 1/x tends to infinity plus infinity. അപ്പം എന്താ പറയുക, ഞാൻ പറഞ്ഞു രണ്ട് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ മാത്രമേ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റുള്ളൂ. therefore എന്ത് പറയാം നമുക്ക്, therefore limit x tends to 0 1/x does not exist. So limit x tends to 0 3x plus 2/x does not exist. ഓക്കെ, രണ്ട് ലിമിറ്റ് ഈക്വൽ ആണെങ്കിൽ മാത്രമേ നമുക്ക് ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലേ, രണ്ട് സൈഡിൽ നിന്നുള്ള. അപ്പോൾ പ്രോബ്ലംസ് കഴിഞ്ഞു. ഇനി ഞാൻ കൂടുതൽ പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങൾക്ക് തരാം കേട്ടോ. അതെല്ലാം ഹോംവർക്കായിട്ട് ചെയ്യുക, സംശയമുള്ള ചോദിക്കുക. ഓക്കെ, അപ്പോൾ ശരി.